ഹലോ ഫാമിലി, ഇന്ന് ഞങ്ങൾ അടുത്തുള്ള അമ്പലത്തിൽ വിളക്കാട്ടോ, താലപ്പൊലി ഘോഷയാത്ര. അതിന് പോകാനായിട്ട് ഞങ്ങളിങ്ങനെ ഒരുങ്ങി നിൽക്കുക. വിളക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ തുടക്കം തൊട്ട് കയറുന്നില്ല. നമ്മൾ പകുതി ആകുമ്പോഴത്തേനും വേറൊരു അമ്പലത്തിൽ നിന്ന് ദാണ്ട ഈ അമ്പലത്തിൽ നിന്ന് കയറാനായിട്ട് നിൽക്കുക. ഞങ്ങളെപ്പോലെ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്. ദാണ്ട വിളക്ക് വരുമ്പം വിളക്കെടുക്കുന്നവർക്കും കൂടെ വരുന്നവർക്കും ഒക്കെ കൊടുക്കാനുള്ള ഡ്രിങ്ക്സും പിന്നെ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദാണ്ട വിളക്കെത്തി. ഇഷ്ടംപോലെ വിളക്കുണ്ട് കേട്ടോ. അങ്ങ് ബാക്കിലോട്ടൊക്കെ ഇഷ്ടംപോലെ വിളക്കുണ്ട്. നമ്മൾ തുടക്കത്തിലാണ് കയറിയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വിളക്കിൻ്റെ വരിയിൽ കയറി പതുക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതാണ് ഞങ്ങളുടെ വിളക്കിൻ്റെ ഉടമ. പക്ഷേ വിളക്കിൻ്റെ ഉടമയല്ല വിളക്കെടുക്കുന്നത്, ഞങ്ങളാണ് വിളക്കെടുക്കുന്നത്. ഒരുങ്ങിക്കെട്ടി വരുന്നതേ ഉള്ളൂ കേട്ടോ. കൈ നിൽക്കുന്നതൊക്കെ ആൺപിള്ളേരാണ്. കുറച്ച് കുഞ്ഞു മക്കളുണ്ടല്ലോ ആൺപിള്ളേർ, അവരെ കൊണ്ടും ഇതേപോലെ പെൺപിള്ളേരെ വേഷമൊക്കെ കെട്ടി എടുക്കുന്നുണ്ട്. പിന്നെ കമ്പം, കുറേ കമ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കമ്പം ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? ഞങ്ങളൊക്കെ എവിടെയെങ്കിലും കമ്പത്തിൻ്റെ ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങി നോക്കും, കമ്പം പൊട്ടുന്നത് കാണാമോ എന്നൊക്കെ. പിന്നെ കമ്പമൊക്കെ പൊട്ടി ഞങ്ങൾ പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഇത് കുറച്ചപ്പുറം ഇങ്ങനെ ഓരോ മുക്കിലും നമ്മൾ വിളക്ക് വരുമ്പോൾ ഒരുക്കും കേട്ടോ. അതാണ് ഒരുക്കിയിരിക്കുന്നതാണ് കാണിച്ചത്. ഇത് പിന്നെ നമ്മൾ ഈ വിളക്കെടുക്കുന്ന അമ്പലത്തിൻ്റെ ആറാട്ടുകാവ്, അവിടെ കയറി ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് തിരിച്ചിറങ്ങി വീണ്ടും അമ്പലത്തിലോട്ട് പോകും. പിന്നെ ഫ്രണ്ടിൽ ചെണ്ടമേളവും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാവിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അമ്പലത്തിലോട്ട് പോകുക. അന്നേരം ഓരോരോ മുക്കിലും വിളക്ക് വരുമ്പോഴത്തേനും വെള്ളവും പിന്നെ ബിസ്ക്കറ്റ്, ബണ്ണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരും. കാരണം നമ്മൾ കുഴഞ്ഞല്ലേ വരുന്നത്. ഇത് വേറൊരു ജംഗ്ഷനിൽ ഒരുക്കി വെച്ചേക്കുന്ന കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. വീഡിയോ കാണുന്ന കണക്കൊന്നുമല്ല. ഇത് പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വേറൊരിടത്ത് ഒരുക്കി വെച്ചിരിക്കുന്നതാണിത്. അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഞങ്ങളുടെ താലപ്പൊലിയുടെ ചേച്ചിയാണ് ആ കൈ കയറിയിരിക്കുന്നത്. ഇത് പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു ഫ്ലോട്ടാണ്. പക്ഷേ ഇത് നമ്മുടെ കൂടെ വരുന്നില്ല, ഒരിടത്ത് നിർത്തിയിട്ടേക്കുക. അത് നല്ല രസമുണ്ട്. ഇത് പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പം വേറെ ഒരിടത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ ചെല്ലുമ്പോഴത്തേനും അമ്പലത്തിൽ ചെല്ലും. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലോട്ട് കയറുവാണ്. നല്ല വിളക്കുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന കണക്കൊന്നുമല്ല. ആനയും പിന്നെ ഇതും നമ്മുടെ ബാക്കിലാണ് വന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉത്സവം തുടങ്ങി എനിക്ക് പറയണേ. നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ഇവിടുത്തെ ഈ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അപ്പൂപ്പൻ നടയെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. ശ്രീ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രം എന്ന അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ആ കാണുന്നതാണ് അമ്പലം. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പുറകിൽ രണ്ട് ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലതുപോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എങ്കിലും ഞങ്ങളെ കൊണ്ടാവുന്ന കണക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഒരു വൈബല്ലേ, ആർക്കും ഇഷ്ടപ്പെടാത്തല്ലേ? ഒരു വർഷത്തെ നമ്മുടെ കാത്തിരിപ്പാണ് ഒരു ഉത്സവം. അടിച്ചു പൊളിക്കാൻ പറ്റിയ കുറച്ച് ദിവസങ്ങളാണല്ലോ. ഊണും പിന്നെ അന്നദാനവും വിളക്കും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങൾ. നിങ്ങളുടെ നാട്ടിലൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഉത്സവങ്ങൾ? ഇനിയും നമ്മുടെ നാട്ടിൽ കുറേ ഉത്സവങ്ങളുണ്ട് കേട്ടോ. ഇവിടാണ് ഫസ്റ്റ് തുടക്കം. പിന്നെ എല്ലായിടത്തെയും പോലെ ഫ്ലോട്ട്, ബലൂണൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബായ് എല്ലാവർക്കും കേട്ടോ.